ഇന്ന് രാവിലെ തുടങ്ങിയ വോട്ടിംഗ് പല സ്ഥലങ്ങളിലും വളരെ നേരം യന്ത്രത്തിൻ്റെ തകരാറും ആവശ്യമായ സ്റ്റാഫിൻ്റെ അപര്യാപ്തതയും മൂലം വളരെയധികം സമയം പലയിടത്തും നിർത്തിവെക്കേണ്ടി വന്നു. പലയിടത്തും രാവിലെ തന്നെ നീണ്ട ക്യൂ ആയിരുന്നു. വോട്ട് ചെയ്യാൻ പോയവരെല്ലാവർക്കും പരാതിയാണ്. കാരണം ഈ EVM പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഓരോരുത്തരും അവർ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 7 സെക്കൻഡിനകം VVPAT കാണാം. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് വരുമ്പോഴാണ് വോട്ട് രേഖപ്പെടുത്തിയതായി ഇവർ കൈയെടുക്കേണ്ടത്. പക്ഷെ 20 സെക്കൻഡ് കാത്തു നിന്നിട്ടും ബ്ലീപ്പ് സൗണ്ട് വന്നില്ല. എനിക്ക് തന്നെ നേരിട്ട് അനുഭവം ഉണ്ടായത്, ഞാൻ ഈ വോട്ട് ചെയ്ത് VVPAT കണ്ട ശേഷം മിനിറ്റുകളോളം കാത്തു നിന്നിട്ടും ബ്ലീപ്പ് സൗണ്ട് വരാത്തപ്പോൾ ഞാൻ അവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി അടുത്ത വോട്ടർ വരുമ്പോൾ ഈ പച്ച ലൈറ്റ് അളയും, അപ്പോൾ ആള് റെഡ് ലൈറ്റ് വരുന്നതാണ്. എല്ലായിടത്തുനിന്നും വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഈ ബ്ലീപ്പ് സൗണ്ട് കേൾക്കാൻ സമയം. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ മെഷീൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും ഒരുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് തീർച്ചയായിട്ടും ഈ വോട്ടിംഗ് മെഷീൻ സെറ്റപ്പ് ചെയ്തതിൽ എന്തോ ചില തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. ബോധപൂർവമാണോ എന്നതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷനോട് രേഖാമൂലം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷണർ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഈ പരാതി എല്ലായിടത്തും ഒരുപോലെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. നമ്മൾ വോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 7 സെക്കൻഡിനകം VVPAT കാണാം. അത് കഴിയുമ്പോൾ ഉടൻ തന്നെ ഈ നമ്മുടെ റെഡ് ലൈറ്റ് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാറാം. അതുണ്ടാകാത്ത സാഹചര്യത്തിൽ അതിനുണ്ടായിട്ടുള്ള ഈ വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതേക്കുറിച്ച് വോട്ടിംഗ് മെഷീനിൽ ഉണ്ടായിട്ടുള്ള ഈ സാങ്കേതികമായ പ്രശ്നത്തെക്കുറിച്ചും കാലതാമസത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, എല്ലാ സ്ഥലത്തും വന്ന ഒരു പരാതി, നീണ്ട ക്യൂ. രാവിലെയൊക്കെ 7 മണിക്കും 8 മണിക്കും ഒക്കെ തന്നെ നല്ല വോട്ടർമാരുടെ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ആവശ്യത്തിന് സ്റ്റാഫില്ല. ഇലക്ഷൻ കമ്മീഷന് ആവശ്യമുള്ള മുഴുവൻ സ്റ്റാഫിനെയും കമ്മീഷണർ ആവശ്യപ്പെടുന്നതിനെ ഗവൺമെന്റ് ലഭ്യമാക്കും. പലായൻ്റെ ആർഡറിന് പോലീസും. എന്തുകൊണ്ട് വെറും 2-3 ആളുകൾ മാത്രം ഒരു ബൂത്തിൽ ഇലക്ഷന്റെ ചുമതലയ്ക്ക് ഉദ്യോഗസ്ഥന്മാരെ വെച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നു സഫീഷ്യന്റ് ഉദ്യോഗസ്ഥന്മാരില്ല. അത് ഇലക്ഷൻ കമ്മീഷനിൽ മുൻകാലങ്ങളിലുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാഫിനെ നിയോഗിക്കുന്നത്. പിന്നെ ഓരോ ബൂത്തിലും ഞാൻ പ്രതീക്ഷിച്ചത് 1-ൽ കൂടുതൽ വോട്ടിംഗ് മെഷീനുകൾ ഉണ്ടാവുമെന്ന്. ഒരേ ഒരു വോട്ടിംഗ് മെഷീനേ ഉള്ളൂ. ഞാൻ CAK ആന്റണിയൊക്കെ വോട്ട് ചെയ്യാൻ പോയത് ജഗതി UPSലാണ്. 5 ബൂത്തുണ്ട്. 5 ബൂത്തിൽ 5 മെഷീനേ ഉള്ളൂ. ഞങ്ങൾ വോട്ട് ചെയ്ത 90-ാം ബൂത്തിൽ തന്നെ ഒരു മെഷീൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വലിയ ക്യൂ ഇല്ലാതെ പെട്ടെന്ന് ആളുകൾ വോട്ട് ചെയ്യാമായിരുന്നു. 2 മെഷീൻ പ്രൊവൈഡ് ചെയ്യാത്തത് എന്താണ് എന്നുള്ളത് അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ഭാവിയിലും ഇതുപോലുള്ള ഇലക്ഷനുകൾ വരുമ്പോൾ ഈ ഇലക്ഷന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുക. മറ്റൊരു കാര്യം, ഇപ്പോ പത്തനംതിട്ട ബൂത്തിൽ ഏതാണ്ടൊരു 8 ബൂത്തുകളിൽ 8 ബൂത്തിൽ 3 മണിക്കൂർ ഇലക്ഷൻ നിർത്തിവെക്കേണ്ടി വന്നു, ലേറ്റായി. സ്ഥാനാർത്ഥി സാൻഡോ ആന്റണി അപ്പം തന്നെ കളക്ടർക്ക് പരാതി കൊടുത്തു. ആ പരാതി ഞാൻ ഇലക്ഷൻ കമ്മീഷണറോട് ഇപ്പം നേരിട്ട് സംസാരിച്ചു. ഈ 8 ബൂത്തിൽ 3 മണിക്കൂർ ലേറ്റായ സാഹചര്യത്തിൽ അവർക്ക് ഈ ലേറ്റായി വോട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണം. പ്രതിപക്ഷ നേതാവ് ഞാനും ഇലക്ഷൻ കമ്മീഷനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയുള്ള ഡിലേ വന്നതും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇലക്ഷൻ കമ്മീഷന്റെ പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശം 6 മണിക്ക് മുമ്പ് ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കെല്ലാം സ്ലിപ്പ് കൊടുക്കും, അവരെ മുഴുവൻ വോട്ട് ചെയ്യിക്കും. പക്ഷേ പത്തനംതിട്ടയിലെ 8 ബൂത്ത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. 3 മണിക്കൂർ ഇലക്ഷൻ മാറ്റിവെച്ചതാണ്, അല്ലെങ്കിൽ ഡിലേ ആയതാണ്.
അവിടെ പ്രത്യേക സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇലക്ഷൻ ഒരു മണിക്കൂർ കൂടി നീട്ടാൻ കഴിയുമോ എന്ന് ഞങ്ങൾ പ്രതിപക്ഷ നേതാവും ഞാനും ഇലക്ഷൻ കമ്മീഷനോട് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അതിന് അനുവാദം കിട്ടുകയില്ല. ഈ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്ലിപ്പ് കൊടുത്ത മുഴുവൻ ആളുകളെ, അത് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ആ അഭ്യർത്ഥനയുടെ ഒന്നുമല്ല, അത് ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ ഇലക്ഷനുമുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു നൽകുന്ന ഒരു തീരുമാനമാണ്. അങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.